കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ എ. മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര് കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്ന ഭാഗം റെറ്റിന. കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയുടെ കുടികൾ അറിയപ്പെടുന്നത് നേത്രകോടരം. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യകോൺ പേശികൾ. കണ്ണിലെ ലെൻസുകൾ ഏത് തരത്തിൽപ്പെടുന്നു? ബൈകോൺവെക്സ് ലെൻസ്. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ. പ്രകാശകരാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് നേത്രനാഡി. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ അക്വസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ വിട്രിയസ് അറ. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലർ ചാർട്ട്. മനുഷ്യനേത്രത്തിലെ ലെൻസിൻ്റെ പിൻഭാഗത്തെ വലിയ അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം അക്വസ് ദ്രവം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ളത് കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്ത് ഈ കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം വീക്ഷണസ്ഥിരത. നേത്രഗോളത്തിന് എത്ര പാളികളുണ്ട്? 3. 1 ദൃഢപടലം, 2 രക്തപടലം, 3 ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം അഥവാ റെറ്റിന. നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളിയും ദൃഢപടലമാണ്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്തരം കൺജങ്ക്റ്റൈവ അഥവാ നേത്രാവരണം. ദൃഢപടലത്തിൻ്റെ സുതാര്യമായ മുൻഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കോർണിയ. കോർണിയയുടെ തൊട്ടുപിറകിൽ കാണപ്പെടുന്ന അറ അക്വസ് അറ. നേത്രഗോളത്തിൻ്റെ മധ്യപാളി രക്തപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന പാളി രക്തപടലം. കണ്ണിനുള്ളിൽ പ്രകാശ പ്രതിഫലനം തടയുന്ന പാളി രക്തപടലം. കോർണിയയ്ക്ക് പിന്നിലുള്ള രക്തപടലത്തിൻ്റെ വൃത്താകൃതിയിലുള്ള ഭാഗം ഐറിസ്. ഐറിസിന് നിറം നൽകുന്ന വർണ്ണകം മെലാനിൻ. കണ്ണിൽ പ്രവേശിക്കുന്ന അമിത പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് മെലാനിൻ. കണ്ണിലെ ആന്തരപാളി ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം ഏത്? റെറ്റിന. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ചെറുതും തലകീഴായതും. റെറ്റിനയിൽ നിന്ന് പ്രകാശഗ്രാഹികൾ ആരംഭിക്കുന്ന ഭാഗം അന്തബിന്ദു. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന ദൃഷ്ടിപടലത്തിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളിലെ വർണ്ണകം റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം അയോഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ. അയോഡോപ്സിൻ്റെ നിർമ്മാണത്തിന് ആധാരമായ ജീനുകൾ കാണപ്പെടുന്നത് എക്സ് ക്രോമസോമിൽ. കണ്ണിൽ കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഗം പീതബിന്ദു. വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം പീതബിന്ദു. ഷഡ്പദങ്ങളുടെ കണ്ണുകളിലെ പ്രകാശഗ്രാഹികൾ അറിയപ്പെടുന്നത് ഒമാറ്റീഡിയ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവ. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടകപ്പക്ഷി. കണ്ണിൽ അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. തിമിരം കണ്ണിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു? ലെൻസ്. ഹൈപ്പർമെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം പ്രസ്മയോപ്പിയ. ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. കാഴ്ചയില്ലാത്തവർ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ബ്രെയിലി ലിപി. ബ്രെയിലി ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിൻ. ഏത് കോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ് മൂങ്ങയ്ക്ക് പകൽ കണ്ണ് കാണാത്തത്? കോൺ കോശങ്ങൾ. പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങാൻ കാരണമായ വസ്തു ടാപ്പീറ്റം ലൂസിഡം.